നാളെ എൻ്റെ ചക്കരക്കുഞ്ഞ് സ്കൂളിൽ നിന്ന് ഫസ്റ്റ് ടൈം ടൂറ് പോവുകയാണ്. അപ്പോൾ ടൂറ് പോകുന്നതിൻ്റെ ചെറിയ ചെറിയ ഒരുക്കങ്ങളാണ്. എന്തൊക്കെയാ ടൂറ് പോകുമ്പോൾ വേണ്ടത്? യൂണിഫോം, പാരാച്യൂട്ട്, ബെൽറ്റ്, ജുവാല, ഷോർട്സ്, കർച്ചീഫ്, ബെൽറ്റ്, ഐഡി കാർഡ്. ഞങ്ങള് പോവാ. പിന്നെ വാട്ടർ ബോട്ടിലും ബിരിയാണിയോ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകണ്ടേ നിനക്ക്? ലഞ്ചും ഈവനിങ് സ്നാക്സും അവിടെ നിന്നല്ലേ? ആ ഓക്കെ. നിനക്ക് ലേസ് ഇല്ല? ഇഷാൻ രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ, എല്ലാം കഴിച്ച് റെഡിയായി പോകാൻ വേണ്ടി. 7:15 എത്താൻ പറഞ്ഞതാണ് ടീച്ചർമാർ. പക്ഷേ 7:19 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. പിന്നെ ഞാനും ഇഷാനും കൂടി രാവിലെ നല്ല മഞ്ഞായിരുന്നു, അതുകൊണ്ട് ആക്റ്റീവയ്ക്ക് പോകാണ്ട് കാർ എടുത്തുകൊണ്ടാണ് പോയത്. ഓൾറെഡി ലേറ്റായിട്ട് ഇറങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെ ടെൻഷൻ എൻ്റെ മുഖത്ത് ശരിക്കും ഉണ്ടായിരുന്നു. കൊച്ചാദ്യമായിട്ട് ടൂറ് പോവുമല്ലേ. 2 പ്രാവശ്യം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ മിസ്സ് വിളിച്ചായിരുന്നു എത്തില്ലേന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഇഷാന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തത് കൊണ്ട് പോകുന്ന വഴിക്ക് പൊറോട്ട മേടിക്കാമെന്ന് ഓർത്തായിരുന്നത്. അപ്പോൾ അങ്ങനെ അതിനും സമയം വേണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. പൊതുവേ എൻ്റെ ഒരു സ്വഭാവം, എവിടെ പോയാലും ലേറ്റായിട്ട് ഇറങ്ങുക, ലേറ്റായിട്ട് കയറി ചെല്ലുക. എൻ്റെ മക്കൾക്കെങ്കിലും ആ ശീലം മാറ്റി കൊടുക്കണമെന്ന് ഓർത്തിട്ട് ഞാൻ ലേറ്റ് ആയതുകൊണ്ട് എൻ്റെ മക്കളും ലേറ്റാവും. നിങ്ങളങ്ങനെയാണോ? എന്നാൽ എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയല്ല. എവിടെ ചെല്ലണമെന്ന് പറഞ്ഞാലും 5 മണിയെന്ന് പറഞ്ഞാൽ 4:45 അവിടെ ചെന്നിരിക്കും. പുള്ളിക്ക് ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ഭയങ്കര പഞ്ച്വാലിറ്റിയാണ്. ഇതാണ് ഇഷാൻ്റെ സ്കൂള്, ജ്യോതി പബ്ലിക് സ്കൂൾ പൈക. ഞങ്ങൾ സ്കൂളിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ പ്രാർത്ഥന നടക്കുമായിരുന്നു. ടൂർ പോകുന്ന എല്ലാ കുട്ടികളെയും ഒരുമിച്ച് നിർത്തി അവർ പ്രാർത്ഥിക്കുമായിരുന്നു. പേരൻസ് എല്ലാവരും ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ലേറ്റായിട്ട് ചെന്നതുകൊണ്ട് നാണിച്ച് നിൽക്കുന്ന എൻ്റെ മുഖത്ത് നോക്കി നാണത്തോടു കൂടി ഇഷാൻ ബൈ ബൈ പറഞ്ഞ് വണ്ടിയിലേക്ക് കയറിപ്പോയി. ഇഷാൻ വണ്ടിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ചെറുപ്പം, എൻ്റെ കുട്ടിക്കാലം കൂടി ഓർമ്മ വന്നു. എനിക്ക് ടൂർ എപ്പോഴും ഓർമ്മ വരുന്നത് മൗഡി സ്കൂളിൽ നിന്ന് പോകുന്നതാണ്. എൻ്റെ 4ാം ക്ലാസ് വരെയുള്ള സ്കൂള്, അതൊക്കെ നന്നായി എനിക്ക് ഓർമ്മ വന്നു. ആ സമയത്ത് ഇഷാന് ബൈ ബൈയും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. മനസ്സിൽ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു, കുഞ്ഞാദ്യമായിട്ട് പോകുന്നതുകൊണ്ട്. കുഞ്ഞുങ്ങൾക്കിടെ ഈ വണ്ടിയിലുള്ള യാത്രയൊക്കെ കാണുമ്പോൾ എവിടേക്കോ നമ്മൾ ടൂർ പോയ കാര്യമൊക്കെ ഒന്ന് ഓർമ്മയിൽ വരും. നമ്മളിത് ഇത്ര ചെറുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ് അല്ലായിരുന്നല്ലോ, സ്കൂൾ ബസ് തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാനൊക്കെ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിലൊക്കെ ആയി പിന്നെ ടൂറിസ്റ്റ് ബസ്സിന് പോയി തുടങ്ങിയത്. അതുവരെ സ്കൂളിൻ്റെ ബസ് അല്ലെങ്കിൽ ലൈൻ ബസ് വിളിച്ച് ടൂർ പോവും, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതൊക്കെ കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വരും. നമുക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഓർമ്മ വരും.
എല്ലാ പേരൻസിനും പറ്റുമെന്ന് അറിയത്തില്ല. പറ്റുന്ന പേരൻസിനൊക്കെ ഇവർക്ക് ഇതുപോലത്തെ എൻജോയ്മെൻറ്റും സന്തോഷമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക. അവരിതുപോലത്തെയൊക്കെ നിമിഷങ്ങൾ ഈ പ്രായത്തിൽ ഇതുപോലത്തെ നിമിഷങ്ങളൊക്കെ ഉള്ളൂ അവർക്ക് കൈപ്പിടിക്കാൻ. ചെറിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നമുക്ക് യാത്രകളിലൂടെ ഒരുപാട് അറിവ് കിട്ടാനുണ്ട്. യാത്ര ചെയ്ത് കിട്ടുന്ന അറിവുകൾ നമുക്ക് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് യാത്രകൾ ചെയ്ത് കിട്ടുന്ന അറിവുകൾ മാക്സിമം ഉണ്ടാക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. ഇഷാൻ്റെ ഈ വർഷത്തെ ടൂറ് ദ കിഡ് ക്യാപിറ്റലിലേക്കായിരുന്നു. തൃപ്പൂണിത്തറയിലാണത്. അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എല്ലാ പിള്ളേരും നന്നായി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്രയൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ടീച്ചർമാർ ഇഷാൻ്റെ സ്കൂളിൻ്റെ പേര് ജ്യോതി പബ്ലിക് സ്കൂൾ പൈക എന്നാണ്. പൈക സ്കൂളിലെ ടീച്ചേഴ്സും അവിടുത്തെ സിസ്റ്റർമാരെല്ലാം ഭയങ്കര പേരൻസുമായിട്ട് നല്ല സഹകരിക്കുന്നവരാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് തുറന്നു പറയുകയൊക്കെ ചെയ്യാം. പിന്നെ അതുതന്നെയല്ല, ടൂറിൻ്റെ ഓരോ അപ്ഡേഷനും അവർ അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച അത്രയൊന്നും എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വന്നില്ല. പുള്ളി ഓരോ പിള്ളേരും ഓരോ സമയത്ത് എന്താ ചെയ്യുന്നതെന്നും അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു തൃപ്തിയാണല്ലോ, സന്തോഷമാണല്ലോ. പിന്നെ കുട്ടികളെ നമ്മൾ ചിറക് വെച്ച് കൊടുക്കുകയല്ലേ ചെയ്യണ്ടേ, അവർ പറക്കട്ടെ അല്ലേ. നമ്മുടെ അടുത്ത് തന്നെ ഇരുത്തിയിട്ട് കാര്യമില്ലല്ലോ. അവർ നമ്മളിൽ നിന്നും അകന്ന് ഓരോ സമയത്തും പോയി പഠിക്കണം. ഇഷാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിച്ചപ്പം മുതലേ എൻ്റെ അടുത്തുനിന്ന് ഇങ്ങനെ മാറാണ്ടിരുന്നൊരു കൊച്ചാണ്. അതുകൊണ്ട് അവനിങ്ങനെ പോകുമ്പോൾ ഒക്കെ എനിക്ക് ഭയങ്കര ടെൻഷനൊക്കെയാണ്. പക്ഷേ അവനിങ്ങനെ പോയി തുടങ്ങിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവൻ ഒരു വ്യക്തിത്വം, സ്വന്തമായിട്ടുള്ള നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മൾ തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാലല്ലേ നമുക്കുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സ്വന്തമായിട്ട് തന്നെ ഒരു വ്യക്തിത്വം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ചിറക് വെച്ച് കൊടുക്കാം, നമുക്കതിനുള്ള ഇതെല്ലാം ചെയ്തു കൊടുക്കാമെന്നല്ലാണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് ഈ സ്കൂളിൽ നിന്നുള്ള ടൂർ പോക്കെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. ഇപ്പോൾ അവന് 6.5 വയസ്സായി. ഈ 6.5 വയസ്സായിട്ട് അവൻ ഒരിക്കൽ പോലും ബിരിയാണി തിന്നിട്ടില്ല. ഇന്നിപ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ ആദ്യമായിട്ട് ബിരിയാണി കഴിക്കുന്നത്. ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് വേറെ മാർഗ്ഗമില്ലാന്ന് മനസ്സിലായപ്പം ബിരിയാണിയൊക്കെ കഴിക്കാൻ തയ്യാറായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരോ കാര്യങ്ങൾക്ക് നമ്മൾ വിട്ടാൽ മാത്രമേ ഓരോരോ രീതിയിൽ അവർ മാറുള്ളൂ, പഠിക്കുകയുള്ളൂ എന്ന് മനസ്സിലാവും. ഇഷാനൊക്കെ ലഞ്ച് ബിരിയാണി ആയിരുന്നു. അതുപോലെ ഈവനിങ് സ്നാക്സ് കുക്കീസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ജ്യൂസുമായിരുന്നു എന്ന് തോന്നുന്നു. ഇഷാൻ ഫ്രൂട്ടി കുടിച്ച കാര്യമൊക്കെ പറഞ്ഞു വന്ന്. ഇതാണ് ഇഷാൻ്റെ ഗ്യാങ്. ഇഷാൻ്റെ സ്കൂളിലെ കുട്ടികളാണ്, ഇഷാൻ്റെ ക്ലാസ്മേറ്റാണ് ഇവരെല്ലാവരും. ഇഷാൻ്റെ മിസ്സാണ് ഇഷാൻ്റെ ക്ലാസ്സിൽ. ഇത് അനിത മിസ്. So far away from me, you said you were only
അവർ തൃപ്പൂണിത്തറയിൽ നിന്ന് തിരിച്ചപ്പോൾ മുതൽ നമുക്ക് അപ്ഡേഷൻ ഇടുന്നുണ്ടായിരുന്നു വണ്ടി എവിടെ എത്തി എന്നുള്ളതിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് ഒരു 6:45 ആയപ്പോഴത്തേക്കും ഇറങ്ങി വീട്ടിൽ നിന്ന് കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടി. ഞാനും ഇഷാരിയും കൊച്ചച്ഛൻ്റെ മോനും അമ്മയും കൂടിയാണ് അവനെ വിളിക്കാൻ പോയത്. ശബരിമല സീസൺ ആയതുകൊണ്ട് പാലാ പൊൻകുന്ന് റോഡ് ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ രാത്രി ഓടിച്ചുകൊണ്ട് പോകാൻ പേടിയായതുകൊണ്ട് ഞാൻ കൊച്ചച്ഛൻ്റെ മോനെയും കൂടി കൂട്ടിയായിരുന്നു. അവർ അപ്ഡേഷൻ ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ ഒത്തിരി നേരത്തെയും ചെല്ലേണ്ട ആവശ്യം വന്നില്ല, ഒത്തിരി താമസിക്കാണ്ടും. ഞാൻ സ്കൂളിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും 5 മിനിറ്റ് ആയപ്പോഴത്തേക്കും ടൂറിസ്റ്റ് ബസ് വന്നു. 7:05 ഒക്കെ ആയപ്പോഴത്തേക്കും ഇഷാൻ ടൂറിസ്റ്റ് ബസ് ഇഷാൻ്റെ സ്കൂളിൽ വന്നു. ഇഷാൻ പഠിക്കുന്നത് ജ്യോതി പബ്ലിക് സ്കൂൾ പൈകയിലാണ്. പിന്നെ ഞങ്ങൾ ഇഷാനെയും കൂട്ടി 7:15 ജ്യോതി സ്കൂളിനോട് ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്ക് ഇഷാന് ചായ മേടിച്ചു കൊടുത്തു. ഇഷാൻ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഇനി വീണ്ടും കാണാം.